നമ്മളിപ്പോൾ 2023 നമ്മളെ അസ്ഥിരോഗ വിഭാഗം ഒരുപാട് പുരോഗമിച്ചിരിക്കുന്നു. ഒരുപാട് നടക്കുമ്പോഴും വേദനയൊന്നുമില്ലായിരുന്നു. അപ്പോൾ ഒരു കമ്പി ഇടാണ്ട് ഒരു എല്ല് പൊട്ടലിനെ എങ്ങനെ ചികിത്സിക്കാം? ഡോക്ടർ ജ്യോതി പ്രസാദ് ഡോക്ടറിൻ്റെ നിർദ്ദേശപ്രകാരം ഫെബ്രുവരി 11 സർജറി ചെയ്തു. ബയോഅബ്സോർബബിൾ സ്ക്രൂ കൊണ്ടാണ് സർജറി ചെയ്തത്. സർജറി സക്സസ്ഫുള്ളായിട്ട് ചെയ്തു. അത് കഴിഞ്ഞ് 6 മാസത്തിനുള്ളിൽ ഞാൻ നടക്കാൻ തുടങ്ങി. സ്ക്രൂ ഇല്ലാത്ത സർജറി ചെയ്തുകൊണ്ട് ഒരുപാട് നടക്കുമ്പോഴും വേദനയൊന്നുമില്ലായിരുന്നു. കാലിൻ്റെ എല്ല് പൊട്ടി കമ്പി ഇടണം, ഇത് പലപ്പോഴും നമ്മൾ കേട്ടിട്ടുള്ള ഒരു കാര്യമാണ്. അല്ലെങ്കിൽ കൈയുടെ എല്ല് പൊട്ടി കമ്പി ഇടണം. അപ്പോൾ നമ്മൾ എല്ല് പൊട്ടിയാൽ കമ്പി ഇടുക എന്നുള്ളതാണ് സാധാരണ സ്റ്റാൻഡേർഡ് ട്രീറ്റ്മെൻറ്റ്. അപ്പോൾ ഒരു കമ്പി ഇടാണ്ട് ഒരു എല്ല് പൊട്ടലിനെ എങ്ങനെ ചികിത്സിക്കാം? ഞാൻ ഡോക്ടർ ജ്യോതി പ്രശാന്ത്, BMH കണ്ണൂരിലെ കൺസൾട്ടൻറ്റ് ഓർത്തോപെഡിക് സർജനാണ്. ഇപ്പോൾ ഈ പറയാൻ പോകുന്ന കാര്യങ്ങൾ, അതായത് നമ്മളിപ്പോൾ 2023 നമ്മളെ അസ്ഥിരോഗ വിഭാഗം ഒരുപാട് പുരോഗമിച്ചിരിക്കുന്നു. അപ്പോൾ ഈ അസ്ഥിരോഗത്തിൻ്റെ ചികിത്സയിൽ പലപ്പോഴും കമ്പി ഇടുക എന്ന് മാത്രമുള്ളതല്ല ട്രീറ്റ്മെൻറ്റ്. ചില കേസുകളിൽ നമുക്ക് കമ്പി ഇടാണ്ട് തന്നെ അത് ബയോ അബ്സോർബബിൾ ആയിട്ടുള്ള ഇംപ്ലാന്റ്സ് ഉപയോഗിച്ച് നമുക്ക് ട്രീറ്റ് ചെയ്യാൻ പറ്റും. ഇപ്പോൾ നമ്മൾ ഈ കണ്ട കുട്ടിയുടെ കാലിൻ്റെ മുട്ടിന് ഒരു പ്രത്യേകതരം പരിക്കാണ് പറ്റിയത്. അതായത് കാൽമുട്ടിനകത്ത് ബാക്കിലായിട്ടുള്ള ഒരു പീസ് ജോയിൻറ്റിനകത്തേക്ക് ഊരി വീണ് പോവുകയാണ് ചെയ്തത്. പക്ഷേ അതിനകത്തൊരു കമ്പി ഇട്ട് പിടിപ്പിക്കാൻ മാത്രമുള്ള ഒരു വലിപ്പത്തിലുള്ള ഒരു പീസല്ലായിരുന്നു, വളരെ ചെറിയ പീസായിരുന്നു. പക്ഷേ അത് നീളത്തിലാണ് പൊട്ടിപ്പോയത്. അപ്പോൾ ഇതിനെ എങ്ങനെ നമുക്ക് ഫിക്സ് ചെയ്യാൻ പറ്റും? ചെറിയ കുട്ടിയാണ്, അപ്പോൾ കാൽമുട്ടിന് ബുദ്ധിമുട്ടുകളൊന്നും വരരുത്. അപ്പം അതിനെപ്പറ്റി നമ്മൾ വ്യാപകമായിട്ട് പഠിച്ചു. അങ്ങനെ അതിന് എന്ത് ചെയ്യാൻ പറ്റുമെന്ന് നോക്കിയപ്പോഴത്തേക്കാണ് നമ്മൾ ഫോറിൻ ഇംപ്ലാന്റുകൾ, ആർത്രക്സ് എന്ന ജർമ്മൻ നിർമ്മിത ബയോ അബ്സോർബബിൾ സ്ക്രൂ എന്ന് പറയുന്ന ഇംപ്ലാന്റ് നമ്മൾ ഉപയോഗിച്ച് ഈ കുട്ടിയുടെ കാലിൽ ആ ബോണിൻ്റെ പീസ് നമ്മൾ തിരിച്ച് വെച്ച് പിടിപ്പിക്കുകയാണ് ചെയ്തത്. ഇപ്പോൾ ഈ കുട്ടിയുടെ എക്സ്റേ നമ്മൾ നോക്കുകയാണെങ്കിൽ അതിനകത്ത് ഒരു സ്ക്രൂവോ ഒരു മെറ്റൽ ഇംപ്ലാന്റോ അതിനകത്ത് കാണാൻ പറ്റില്ല. കാര്യം വെച്ചാൽ നമ്മൾ ശരീരത്തിലോട്ട് തന്നെ അലിഞ്ഞ് ചേരുന്ന ടൈപ്പിലുള്ള സ്ക്രൂ മെറ്റീരിയൽസ് ആണ്, അല്ലെ ബയോ അബ്സോർബിൾ സ്ക്രൂസ് ആണ് നമ്മൾ ഈ കുട്ടിയുടെ ഇതിൽ ഉപയോഗിച്ചിരിക്കുന്നത്. അപ്പോൾ നമ്മൾ കുട്ടി വളരുന്നതനുസരിച്ച് നമ്മൾ സാധാരണഗതിയിൽ നമ്മൾ സ്ക്രൂ ഇട്ട് പിടിപ്പിച്ച് കഴിഞ്ഞാൽ ഈ എല്ലിനുള്ളിലേക്ക് സ്ക്രൂ ആയി പോകാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ ആ സ്ക്രൂസ് പിന്നെ എടുക്കാൻ പറ്റില്ല. കുട്ടി വളർച്ച പൂർത്തിയായിട്ടില്ലാത്ത കുട്ടിയായത് കാരണം എല്ലാം അതിൽ കവർ ചെയ്ത് വരും. അപ്പോൾ ഈ കുട്ടിക്ക് ഈ ബയോ അബ്സോർബിൾ സ്ക്രൂ ആയത് കാരണം നമ്മൾ ഒരിക്കലും ഈ സ്ക്രൂ എടുക്കേണ്ടി വരുന്നില്ല. തനിയെ അലിഞ്ഞ് ബോണിൽ തന്നെ ചേർന്ന് പോകുന്നതാണ്. ജോയിൻറ്റ് വലുതാവുന്നതനുസരിച്ച്, കുട്ടി വളരുന്നതനുസരിച്ചിട്ട് ഇത് തനിയെ നമ്മൾ ഒരു 1-2 വർഷത്തിനുള്ളിൽ ആ ബോണിൽ തന്നെ, ആ ജോയിൻറ്റിൽ തന്നെ ആ സ്ക്രൂ അലിഞ്ഞ് ചേർന്ന് പോകുന്നതാണ് അതിൻ്റെ ഗുണം. അപ്പോൾ ഇപ്രകാരമുള്ള സർജറികൾ കുറച്ച് സങ്കീർണമായ സർജറികളാണ്. പക്ഷേ നമ്മളത് കൃത്യമായി ചെയ്ത് നല്ല വിജയം കൈവരിച്ചിട്ടുണ്ട്. അത് വടക്കൻ കേരളത്തിൽ വളരെ കുറച്ച് മാത്രം ചെയ്തിട്ടുള്ള ഒരു സർജറിയാണ്. എന്തായാലും വിജയകരമായി പൂർത്തിയാക്കാൻ കഴിഞ്ഞതിൽ നമ്മളെ ആശുപത്രി വളരെ കൃതാർത്ഥരാണ്. അപ്പോൾ ആ കുട്ടിയുടെ അനുഭവങ്ങളിലൂടെ നമുക്ക് അത് കേൾക്കുമ്പോൾ വളരെയധികം സന്തോഷമുണ്ട്. അപ്പോൾ എല്ലാവിധ ഭാവങ്ങളും ആ കുട്ടിക്ക് നേരുന്നു. താങ്ക് യു.